കുറച്ചേറെ നാളുകൾക്ക് ശേഷം നമ്മുടെ പൊന്നിയിൻ സെൽവൻ 50-ാം എപ്പിസോഡ് എല്ലാവരും കാത്തുനിന്ന ആ 50-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ പരാന്തകൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു. രാജാവായിരുന്ന കാലത്തെ അധികാരവും മഹത്വവും ഇനി തനിക്ക് സന്തോഷം നൽകുന്നില്ലെന്ന് അവൻ തിരിച്ചറിയുന്നു. യുദ്ധങ്ങളും രാജകീയ ഉത്തരവാദിത്തങ്ങളും അവനെ മാനസികമായി ക്ഷീണിപ്പിച്ചിരുന്നു. ജീവിതം ക്ഷണികമാണെന്നും അധികാരവും സമ്പത്തും സ്ഥിരമല്ലെന്നും അവൻ മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ രാജകീയ ജീവിതത്തിൽ നിന്ന് പിന്മാറി സമാധാനമുള്ള ഒരു വഴിയിലേക്ക് പോകണമെന്ന ആഗ്രഹം അവനിൽ വളരുന്നു. ഈ ചിന്തകളോടെയാണ് പരാന്തകൻ ലോകബന്ധങ്ങൾ ഉപേക്ഷിച്ച് ആത്മശാന്തിയിലേക്കുള്ള യാത്ര ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത്. ഇതാണ് അടുത്ത അധ്യായത്തിലേക്ക് കഥയെ നയിക്കുന്നത്. അധ്യായം 50. പരാന്തക ആതുരശാല. അടുത്ത ദിവസം രാവിലെ സൂര്യഭഗവാൻ ഉദിച്ചുയർന്ന് ലോകത്തെ പ്രകാശമയമാക്കിക്കൊണ്ടിരുന്നു. സൂര്യന്റെ ചുവന്ന രശ്മികൾ പഴയറൈ കൊട്ടാരങ്ങളുടെ സ്വർണ്ണ താഴികക്കുടങ്ങളിൽ വീണ് തിളങ്ങിക്കൊണ്ടേയിരുന്നു. കുന്തവൈ പിരാട്ടിയുടെ കൊട്ടാരത്തിന് മുന്നിൽ അലങ്കരിച്ച വലിയൊരു ആന വന്നു നിന്നു. കുന്തവയും വാനതിയും കൊട്ടാരത്തിനുള്ളിൽ നിന്ന് പുറത്തു വന്നു. മട്ടുപ്പാവിലെ പടികളിലൂടെ കയറി ആനപ്പുറത്തിരുന്നു. പടവീടുകൾക്ക് നടുവിലുണ്ടായിരുന്ന പരാന്തക ചോല ആതുരശാല ലക്ഷ്യമാക്കി ആന ഭൂമി കുലുങ്ങും വിധം നടന്നു നീങ്ങി. ആനയുടെ മണിമുഴക്കം കേട്ട് നഗരവാസികൾ വീടുകൾക്കുള്ളിൽ നിന്ന് വേഗത്തിൽ പുറത്തിറങ്ങി. രാജകുമാരന്മാരെ കണ്ടതും അവർ കൈകൂപ്പി അഭിവാദ്യം ചെയ്തു. മറ്റു വീതികൾ കടന്ന് ആന പടവീടുകൾ ഉണ്ടായിരുന്ന നഗരഭാഗത്തേക്കെത്തി. ആ വീതികളുടെ കാഴ്ച വിചിത്രമായിരുന്നു. തടിച്ചുകൊഴുത്ത പൂവൻ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിനായി പരതി നടന്നു. വളഞ്ഞ കൊമ്പുകളുള്ള ആട്ടിൻപറ്റങ്ങൾ യുദ്ധത്തിനു വരുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന ഭാവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. ചെറിയ കുട്ടികൾ കയ്യിൽ മുളവടികൾ പിടിച്ച് പരസ്പരം സിലമ്പലം കളിക്കുകയായിരുന്നു. വീടുകളുടെ ഉമ്മറ ഭിത്തികളിൽ കാവി നിറത്തിൽ പല വിധത്തിലുള്ള ചിത്രങ്ങൾ വരച്ചിരുന്നു. ഭൂരിഭാഗവും മുരുകന്റെ ലീലകളും ചോള രാജാക്കന്മാരുടെ ജീവിത ചരിത്രങ്ങളുമായിരുന്നു. മുരുകൻ ശൂരപത്മന്റെ തലകൾ കൊയ്തെറിയുന്ന ദൃശ്യവും ദുർഗാ പരമേശ്വരി മഹിഷാസുരനെ വധിക്കുന്ന ദൃശ്യവും ഭയങ്കരമായി വരച്ചിരുന്നു. വേലൂർ, തക്കോലം, ചേലൂർ തുടങ്ങിയ യുദ്ധക്കളങ്ങളിൽ ചോളവീരന്മാർ നടത്തിയ പല അത്ഭുത പരാക്രമങ്ങൾ ചിത്രങ്ങളായി ഉമ്മറഭിത്തികളിൽ ജീവൻ തുടിക്കുന്നവയായിരുന്നു. പടവീട് വീതികളിലൂടെ രാജകുമാരിരുന്ന ആന കടന്നുപോയപ്പോൾ വലിയ ആരവമുണ്ടായി. മേൽക്കൂരയിലിരുന്ന പൂവൻ കോഴികൾ ചിറകടിച്ചു കൂകി. കുട്ടികൾ പരസ്പരം കൂകി വിളിച്ച് ഓടി വന്നു. അവർ വീട്ടുവാതിലുകളിൽ തട്ടി ഉള്ളിലുള്ളവർക്ക് വിവരമറിയിച്ചു. വീതികളിലൂടെ ആന കടന്നു പോകുമ്പോൾ വീട്ടുവാതിക്കൽ സ്ത്രീകളും കുട്ടികളും വയോധികരും നിന്ന് ഇളയ പിരാട്ടി കുന്തവൈ ദേവി വാഴ്ക, സുന്ദരചോളന്റെ സെൽവത്തിരുമകൾ വാഴ്ക എന്ന് വാഴ്ത്തി സന്തോഷിച്ചു. അവരിൽ ചിലർ ആനയെ പിന്തുടരാനും തുടങ്ങി. ആൾക്കൂട്ടം കൂടി വന്നു. പല വിധത്തിലുള്ള വാഴ്ത്തുപാട്ടുകളിലൂടെ അവർ തങ്ങളുടെ സന്തോഷം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. പടവീടുകളിൽ ലങ്കയിലേക്ക് യുദ്ധം ചെയ്യാൻ പോയ വീരന്മാരുടെ ഭാര്യമാരും കുട്ടികളും മാതാപിതാക്കളും ഭയമില്ലാതെ താമസിക്കുന്നുവെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർക്കായി ഒരു ആതുരശാല കുന്തവൈ സ്വന്തം ഭൂമിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സ്ഥാപിച്ചിരുന്നു. ചോളകുലത്തിൽ മുൻഗാമികളെ പോറ്റുന്ന ശീലം മികച്ചതായിരുന്നു.
അനുജന്റെ മനസ്സ് ചഞ്ചലപ്പെടാൻ നീയാണ് കാരണം. ഓരോ തവണ ലങ്കയിൽ നിന്ന് ആളുകൾ വരുമ്പോഴെല്ലാം നിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന് അവൻ അന്വേഷിക്കാറുണ്ടല്ലോ, ഇളയ പിരാട്ടി പറഞ്ഞു. ഇതിനിടയിൽ വൈദ്യർക്ക് വഴിവിടൂ, വൈദ്യർക്ക് വഴിവിടൂ എന്ന് വിളിച്ചു പറയുന്നത് കേട്ടു. അവിടെ കൂടി നിന്നവരെ കാവൽക്കാർ മാറ്റി. ആതുരശാലയിലെ വയസ്സായ മുഖ്യ വൈദ്യൻ വന്ന് രാജകുമാരന്മാരെ സ്വീകരിച്ചു. വൈദ്യരെ, കോടിക്കരയ്ക്ക് അടുത്തുള്ള കാടുകളിൽ ചില വിശിഷ്ട മൂലികകൾ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞില്ലേ? അവിടെ പോയി വരുന്നതിനായി ഒരു യുവവീരനെ അയച്ചിരുന്നുവല്ലോ, അയാൾ വന്നോ എന്ന് കുന്തവൈ ചോദിച്ചു. അതേ തായെ, ആ മിടുക്കനായ യുവാവ് വന്നു. ഈശാന ശിവഭട്ടരാണ് അവനെ കൊണ്ടുവന്നത്. അവനോടൊപ്പം എന്റെ മകനെ അയച്ചിട്ടുണ്ട്. എന്റെ മകൻ കോടിക്കരയിൽ നിന്ന് തിരിച്ചു വരും. നിങ്ങൾ അയച്ച ആ വീരൻ ലങ്കാദ്വീപിലേക്ക് പോകുമെന്ന് പറയുന്നു. ലങ്കയിൽ നിന്ന് കൂടുവാ മൂലിക കൊണ്ടുവരണമോ എന്ന് വാനതി ചോദിച്ചു. അതേ തായെ, ലക്ഷ്മണന്റെ ജീവൻ രക്ഷിക്കാൻ ഹനുമാൻ സഞ്ജീവനി പർവ്വതം കൊണ്ടുവന്നപ്പോൾ കോടിക്കര വഴി കടൽ കടന്നുവത്രേ. അപ്പോൾ സഞ്ജീവനി മലയിൽ നിന്ന് ചില മൂലികകൾ കോടിക്കരക്കാട്ടിൽ വീണുപോയതുകൊണ്ടാണ് അവിടെ ഇന്നും നല്ല മൂലികകൾ ലഭിക്കുന്നത്. ലങ്കയിലെ സഞ്ജീവനി പർവ്വതം അവിടെ തന്നെ ഉള്ളതുകൊണ്ട് അവിടെ ഇന്നും അപൂർവ മൂലികകൾ ലഭിക്കുമല്ലോ. ഞാൻ പ്രതീക്ഷിക്കുന്ന മൂലികകൾ മാത്രം ലഭിച്ചാൽ ചക്രവർത്തിയുടെ രോഗം തീർച്ചയായും ഭേദമാകും. വൈദ്യകൃപയാൽ അങ്ങനെ തന്നെ ആകട്ടെ. ഇപ്പോൾ ആ യുവാക്കൾ രണ്ടുപേരും എവിടെയാണ്? അകത്തുണ്ടമ്മ. യാത്രയ്ക്കായി തയ്യാറായി നിങ്ങളിൽ നിന്ന് യാത്ര ചോദിക്കാൻ കാത്തു നിൽക്കുന്നു. മുഖ്യവൈദ്യൻ ആനയിച്ച് രാജകുമാർ രണ്ടുപേരും ആതുരശാലയ്ക്കുള്ളിലേക്ക് പോയി. അവിടെ വരാന്തയിൽ മരുന്ന് വാങ്ങാൻ വന്നവരെയും മരുന്നിനായി കാത്തു നിൽക്കുന്നവരെയും നോക്കിക്കൊണ്ട് അവർ നടന്നു. എല്ലാവരും കുന്തവൈ പിരാട്ടിയെ കണ്ടപ്പോൾ മുഖം മലർന്ന് ഇത്രയും നല്ല ആശുപത്രി ഉണ്ടാക്കി തന്നതിന് രാജകുമാരിയെ വാഴ്ത്തി. മുഖ്യവൈദ്യന്റെ മുറിയിൽ രണ്ടുപേർ കാത്തു നിന്നിരുന്നു. അവരിൽ നമ്മുടെ വന്ധ്യദേവൻ പുതിയ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ട് ഇളയ പിരാട്ടി മന്ദഹസിച്ചു. വാനതിക്കും ആ വീരനെ തിരിച്ചറിയാൻ സാധിച്ചു. കുന്തവയുടെ ചെവിയിൽ വാനതി, അക്കാ, കുടന്തൈ ജോത്സ്യരുടെ വീട്ടിൽ കണ്ടതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എനിക്കും തോന്നുന്നു. ജോത്സ്യരെ കണ്ട ശേഷം വൈദ്യരുടെ അടുത്തേക്കാണോ വന്നിരിക്കുന്നത്? നിന്നെപ്പോലെ ഇദ്ദേഹത്തിനും എന്തോ മനോരോഗമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് വന്ധ്യദേവനെ നോക്കി. എന്തായാലും ചക്രവർത്തിയുടെ ആരോഗ്യത്തിനായി മൂലിക കൊണ്ടുവരാൻ ലങ്കയിലേക്ക് പോകാൻ സമ്മതിച്ച ആൾ നിങ്ങളാണോ എന്ന് ചോദിച്ചു. വന്ധ്യദേവന്റെ കണ്ണുകളും കൺപീലികളും മറ്റൊരു രഹസ്യ ഭാഷയിൽ സംസാരിച്ചു. അവൻ തന്റെ വായ തുറന്ന്, അതേ രാജകുമാരി, ഞാൻ തന്നെയാണ് ലങ്കയിലേക്ക് പോകുന്നത്. ഒരു വേള അവിടെ രാജകുമാരനെ കണ്ടാൽ അദ്ദേഹത്തോട് എന്തെങ്കിലും സന്ദേശം പറയണോ എന്ന് ചോദിച്ചു. കണ്ടാൽ തീർച്ചയായും ഈ സന്ദേശം പറയണം. കൊടുമ്പാളൂർ രാജകുമാരി വാനതിക്ക് ഒട്ടും സുഖമില്ല. ഇടയ്ക്കിടെ ബോധം കെട്ടു വീഴുന്നു. രാജകുമാരിയെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ഉടനെ പുറപ്പെട്ടു വരണമെന്ന് അറിയിക്കണം എന്ന് ഇളയ പിരാട്ടി പറഞ്ഞു. അങ്ങനെ തന്നെ അറിയിക്കാം അമ്മ എന്ന് പറഞ്ഞ് വന്ധ്യദേവൻ വാനതിയെ നോക്കി. കുന്തവിയുടെ വാക്കുകൾ കേട്ട് ലജ്ജയാൽ വാനതിയുടെ മുഖം കൂടുതൽ ഭംഗിയുള്ളതായി തോന്നി. നാണവും പരിഭ്രമവും നിയന്ത്രിച്ച് വാനതി പതറിപ്പറഞ്ഞു, അയ്യ, അങ്ങനെയൊന്നും നിങ്ങൾ പറയണ്ട. കൊടുമ്പാളൂർ വാനതി ഇളയ പിരാട്ടിയുടെ സംരക്ഷണയിൽ ദിവസവും 4 നേരം ആഹാരം കഴിച്ച് സുഖമായിരിക്കുന്നു എന്നറിയിക്കൂ എന്നു പറഞ്ഞു. അങ്ങനെ തന്നെ അറിയിക്കാമമ്മ എന്ന് വന്ധ്യദേവൻ പറഞ്ഞു. നന്നായിരിക്കുന്നു. ഞാൻ പറഞ്ഞതും അങ്ങനെ അറിയിക്കാമെന്നല്ലേ പറഞ്ഞത്? ഇവൾ പറഞ്ഞതും അങ്ങനെ അറിയിക്കാമെന്ന് സമ്മതിച്ചു. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നു മാത്രമേ സത്യമാകൂ. അതിനെന്താ അമ്മ? വാനതീദേവി പറഞ്ഞതും ഞാൻ പറയും. അത് സത്യമാണോ അല്ലയോ എന്ന് രാജകുമാരൻ തന്നെ തീരുമാനിക്കട്ടെ എന്ന് വന്ധ്യദേവൻ പറഞ്ഞു. പക്ഷേ ഒരാൾ പറഞ്ഞത് മറ്റൊരാൾ പറഞ്ഞതാണെന്ന് മാറ്റി പറയരുത്. കുന്തവൈ ആ സംസാരം അവിടെ നിർത്താൻ ആഗ്രഹിച്ചു. വൈദ്യരെ, കൊട്ടാരത്തിലെ തിരുമന്ത്രാധികാരികളിൽ നിന്ന് ഇവർക്കായുള്ള ഓല കിട്ടിയോ എന്ന് ചോദിച്ചു. കിട്ടിയതായേ. ചക്രവർത്തിക്ക് ചികിത്സ നൽകാനായി ഇവർ മൂലിക കൊണ്ടുവരുന്നതിനാൽ വഴിയിലുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ഇവർക്ക് സഹായം ചെയ്യണം എന്ന് പൊതുവായ ഒരു ഓലയും കോടിക്കര വിളക്കുമാടം കാവൽക്കാരന് പ്രത്യേകമായി ഒരു ഓലയും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇവർക്ക് നൽകി എന്ന് വൈദ്യർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തിനു താമസം? ഉടനെ പുറപ്പെടേണ്ടതല്ലേ എന്ന് ഇളയ പിരാട്ടി കുന്തവൈ ചോദിച്ചു. അതെ, പുറപ്പെടേണ്ടതാണ് എന്ന് വന്ധ്യദേവൻ പറഞ്ഞു. എന്നാൽ ഉടനെ പുറപ്പെടുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ആതുരശാലയിൽ നിന്ന് അവർ പുറത്തിറങ്ങി. രാജകുമാരിമാരെ കൊണ്ടുപോകാൻ ആന കാത്തു നിന്നിരുന്നു. വന്ധ്യദേവനും അവന്റെ സഹായിക്കും
വായുവിനെ പോലെ പറന്നുപോകാൻ കൊട്ടാരത്തിലെ 2 കുതിരകൾ തയ്യാറായി നിന്നു. എന്നാൽ വന്ധ്യദേവന് എന്തോ സംശയം തോന്നി. കുന്തവയ്ക്കും പുതിയ മുന്നറിയിപ്പുകൾ നൽകാൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. യാത്രാമധ്യേ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് കുന്തവൈ പ്രത്യേകം മുന്നറിയിപ്പ് നൽകി. രാജകുമാരിമാർ ആനപ്പുറത്ത് കയറി. പിന്നാലെ വന്ധ്യദേവനും സഹായിയും കുതിരപ്പുറത്ത് കയറി. ആന പുറപ്പെടാൻ തയ്യാറായിരുന്നില്ല. ദൂരയാത്ര പോകുന്നവർ ആദ്യം പുറപ്പെടണം എന്ന് കുന്തവൈ ആംഗ്യത്തിലൂടെ അറിയിച്ചു. വന്ധ്യദേവൻ മനസ്സില്ലാ മനസ്സോടെ കുതിരയെ തിരിച്ചു. ഒരിക്കൽ കൂടി അതിയായ ആഗ്രഹത്തോടെ രാജകുമാരിയെ തിരിഞ്ഞു നോക്കി. പിന്നെ കുതിരയുടെ മേൽ ആവേശത്തോടെ ഒരടി കൊടുത്തു. രോമമുള്ള ആ കുതിര 4 കാലുകളും പായിച്ച് കുതിച്ചു പാഞ്ഞു. അതിനെ പിന്തുടരാൻ വൈദ്യരുടെ മകൻ പാടുപെട്ടു. ആന തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ കുന്തവൈ ചിന്തയിൽ മുഴുകി. ഈ മനുഷ്യൻ എന്തൊരു വിചിത്ര സ്വഭാവമാണ്! വലിയ രാജാക്കന്മാരെയും വീരന്മാരെയും അവഗണിച്ച ഈ മനസ്സ് ഒരു വഴിയാത്രയ്ക്കായി വന്ന ഇവനോട് എന്തിനാണ് ഇത്ര ശ്രദ്ധ കാണിക്കുന്നത്? ഇവൻ ഏറ്റെടുത്ത കാര്യം വിജയകരമായി പൂർത്തിയാക്കി സുരക്ഷിതനായി തിരിച്ചു വരണമെന്ന് ഈ മനസ്സ് എന്തിനാണ് ഇത്ര ആഗ്രഹിക്കുന്നത്? അക്കാ, എന്താലോചിക്കുകയാണ് എന്ന വാനതിയുടെ ശബ്ദം കുന്തവയെ ഈ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഒന്നുമില്ല വാനതി, ആ യുവാവിന്റെ സ്വഭാവത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവനോട് എൻ്റെ അനുജന് സന്ദേശം അയക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു. അതേ അക്കാ, അവൻ വലിയൊരു വികൃതി തന്നെയാണ്. വലിയൊരു കവർച്ചക്കാരനാണെന്ന് പോലും തോന്നുന്നു. അതെന്താ കവർച്ചക്കാരനാണെന്ന് പറയാൻ കാരണം? സാധാരണ കവർച്ചക്കാർ പൊന്നും വെള്ളിയും ഒക്കെയാണ് മോഷ്ടിക്കുക. ഈ യുവാവ് ചോളനാടിന്റെ കുലദൈവത്തെ തന്നെ കവർന്നുകൊണ്ട് പോകുമോ എന്ന് എനിക്ക് പേടിയാകുന്നു എന്ന് വാനതി പറഞ്ഞു. എടി കള്ളി, നിന്നെപ്പോലെ എന്നെയും കരുതിയോ? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് കുന്തവൈ പറഞ്ഞു. ആന അല്പം ദൂരം പോയപ്പോൾ വീതിയിൽ ഒരിടത്ത് കുറെ സ്ത്രീകൾ കൂടി നിൽക്കുന്നത് രാജകുമാരിമാർ കണ്ടു. ആനയെ നിർത്തിച്ച് എന്തിനാണ് എല്ലാവരും കൂടി നിൽക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കുന്തവൈ ചോദിച്ചു. ആ സ്ത്രീകളിൽ ഒരാൾ മുന്നോട്ട് വന്നു പറഞ്ഞു. തായേ, ലങ്കയിലുള്ള ഞങ്ങളുടെ ഭർത്താക്കന്മാരെക്കുറിച്ച് ഒരു വിവരവുമില്ലല്ലോ. അവർക്ക് ഇവിടെ നിന്ന് അരി അയക്കാൻ പാടില്ലെന്ന് തഞ്ചാവൂരുകാർ തടഞ്ഞു അത്രേ. വിശന്നിരിക്കുമ്പോൾ അവർ എങ്ങനെ യുദ്ധം ചെയ്യും എന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. മാമല്ലപുരം തുറമുഖത്ത് നിന്ന് അവർക്ക് വേണ്ട ധാന്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. തഞ്ചാവൂരുകാർ എന്ത് ചെയ്താലും നിങ്ങളുടെ രാജകുമാരൻ അവരെ പട്ടിണിക്കിടാൻ സമ്മതിക്കില്ല. ചോളനാട്ടിലെ വീരന്മാർ പട്ടിണി കിടക്കുന്നത് അദ്ദേഹം കണ്ടു നിൽക്കില്ല എന്ന് ഇളയ പിരാട്ടി പറഞ്ഞു. വേറൊരു സന്ദർഭമായിരുന്നെങ്കിൽ കുന്തവൈ അവിടെ ഇറങ്ങി ആ സ്ത്രീകളെ ആശ്വസിപ്പിച്ചേനെ. ഇപ്പോൾ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നതിനാൽ അവൾ ഏകാന്തത ആഗ്രഹിച്ചു. അങ്ങനെ കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു.